എല്ലാവർക്കും നമസ്കാരം. സിലബസിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഉപകാരമാവുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ട് നിങ്ങളൊരു കമന്റോ ഒരു ലൈക്കോ തരുന്നതിൽ വലിയ താങ്ക്സ്. കാരണം ഇത് ആ രീതിയിലാണ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കാറ്റഗറി 3ന്റെ ഇംഗ്ലീഷ്, അതിൽ നമ്മളെ സബ്ജക്റ്റ് വിഷയത്തിന് വരുന്ന 80 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലെ ഒരു PYQ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നോക്കാൻ പോകുന്നത്. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് എന്തായാലും നമ്മളിപ്പോ നോക്കും. അതിൽ ചിലപ്പോൾ ഇപ്പൊ ഇന്ന് തീർന്നിട്ടില്ലെങ്കിൽ നമ്മൾ അടുത്ത ഒരു പാർട്ടായിട്ടായിരിക്കും അത് ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. സോ നമുക്ക് അധികം സംസാരിക്കാൻ സമയമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് തന്നെ PYQ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അപ്പൊ ഞാൻ നമ്മളുടെ സ്ക്രീനിൽ ഷെയർ ചെയ്യാം. നിങ്ങളൊരു ഒരു ചെറിയ ബുക്കും ഒരു പെന്നും എടുക്കുക. ഞാനത് കുറച്ച് നേരം സ്ലൈഡ് അവിടെ വെക്കും, അത് വായിക്കും. അപ്പൊ നിങ്ങൾ അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അറിയുന്ന ഉത്തരം നിങ്ങളുടെ ബുക്കിൽ എഴുതുക. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഒരു പരീക്ഷയായിട്ട് തന്നെ ഇത് നടത്താം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഞാൻ ആ ചോദ്യങ്ങളുടെ എല്ലാ ഉത്തരങ്ങളും അതിന്റെ അവസാനം നമ്മൾ ഡിസ്കസ് ചെയ്തു പോകും. ഏതാണ് ഉത്തരം, ഏതാണ് ഓപ്ഷൻ എന്നുള്ളത് പറയും. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരങ്ങൾ കറക്റ്റ് ആണോ എന്നുള്ള കാര്യം ഇപ്പൊ തന്നെ മാർക്കിട്ട് നിങ്ങളുടെ ഒരു എത്രത്തോളം പഠിച്ചെത്തി, റിവിഷൻ അല്ലെങ്കിൽ എത്ര എത്തി എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലാക്കി പോവാം. ആ ഒരു തരത്തിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഉള്ളത്. അപ്പൊ എന്തായാലും ഒരു ബുക്കും പേനയും നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് എടുത്ത് വെക്കുക. അത് എപ്പോ ഏത് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്കറിയാലോ, 80 മാർക്കിനാണ് നമ്മളെ സബ്ജക്ട് പേപ്പർ വരിക. സബ്ജക്ട് പേപ്പറിലെ PYQ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ സൈക്കോളജി അല്ലെങ്കിൽ ജനറൽ പേപ്പർ ഉണ്ടായിരിക്കില്ല. ലിറ്ററേച്ചർ പ്ലസ് പെഡഗോഗിയുടെ പേപ്പർ ആയിരിക്കും നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഈ വീഡിയോയിൽ കൂടുതലും ഡീൽ ചെയ്യുന്നത് ലിറ്ററേച്ചറിന്റെ പോർഷൻസ് ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് ഞാൻ ഡയറക്റ്റ് ആയിട്ട് സ്ക്രീനിലേക്ക് കടക്കാം. അപ്പൊ നിങ്ങൾ കുറച്ച് സമയമേ കേട്ടോ നമുക്ക് എല്ലാവർക്കും. കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ, 150 ചോദ്യങ്ങൾ ചെയ്യാൻ നമ്മുടെ മുമ്പിൽ 150 മിനിറ്റ് ആണുള്ളത്. സോ ആ ഒരു ഇമ്പോർട്ടൻസോട് കൂടി തന്നെ ചെയ്യുക. ഒരു ചോദ്യവും വിടരുത്. എല്ലാ ചോദ്യത്തിനും നിങ്ങൾ ഉത്തരം എഴുതണം. കാരണം ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. നിങ്ങൾ ചില ചോദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും അയ്യോ ഇത് എനിക്ക് അറിയില്ല എന്ന്. ഒരിക്കലും വിടണ്ട, നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. തെറ്റിയാ തെറ്റിക്കോട്ടെ. ഇൻ കേസ് കറക്കി കുത്തിയിട്ട് ശരിയാവുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു മാർക്ക് നമുക്ക് കിട്ടുകയാവും ചെയ്യുക. അത് ഒരു ചോദ്യവും നിങ്ങൾ വിടരുത്. നന്നായിട്ട് അത് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. റൈറ്റ്, അപ്പൊ ഞാൻ സ്ലൈഡിലേക്ക് പോവാണ്. ഓക്കെ, ചിലപ്പോൾ എൻ്റെ ഒരു സ്ക്രീന് കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ചോദ്യങ്ങൾ കണ്ടുവെന്ന് വരില്ല. ഞാൻ കഴിവതും എന്ത് ചെയ്യാം, സൈഡിലേക്ക് മാറ്റിത്തരാം. സോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ വായിക്കുന്നതിനെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം. ഞാൻ വായിക്കും ക്വസ്റ്റ്യൻ പേപ്പർ. സോ അതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ഒന്ന് സഹായിക്കാൻ ശ്രമിക്കുക. കാരണം ഈ ഒരു വിഷൻ അങ്ങനെ ആയതുകൊണ്ടാണ്. റൈറ്റ്, അപ്പൊ നമുക്ക് പോവാം, തുടങ്ങാം. ആദ്യത്തെ ചോദ്യം. അപ്പൊ തുടങ്ങുന്നത് 71ാമത്തെ ചോദ്യം തൊട്ട് 150ാമത്തെ ചോദ്യം വരെ ആയിരിക്കും. ആദ്യം ആയിട്ട് കേട്ടിട്ട് കാറ്റഗറി 3 എക്സാംസ് എഴുതുന്നവരാണെങ്കിൽ അവർക്ക് നമ്മളുടെ ജസ്റ്റ് മുമ്പുള്ള ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 180 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ 3 ബുക്ക്ലെറ്റ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് തരിക. ആദ്യത്തെ ബുക്ക്ലെറ്റിൽ സൈക്കോളജിയുടെ 40 പേപ്പറിനുള്ള മാർക്കുകളുടെ ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. അതിന് 40 മാർക്കായിരിക്കും. വീണ്ടും ഉള്ളത് അടുത്ത ബുക്ക്ലെറ്റ് ആയിട്ട് തരുന്നത് 30 മാർക്കിന്റെ ലാംഗ്വേജ് പ്രൊഫഷ്യൻസിക്ക് വേണ്ടിയിട്ടുള്ളത്. ഇംഗ്ലീഷോ അല്ലെങ്കിൽ മലയാളത്തിന്റെയോ നിങ്ങൾ ഏതാണോ ചൂസ് ചെയ്തത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും നിങ്ങൾക്ക് തരിക. അത് കഴിഞ്ഞാലാണ് നമ്മുടെ സബ്ജക്ട് പേപ്പർ ആയിട്ടുള്ള 80 മാർക്കിന് ചോദ്യം ചോദിക്കുന്ന ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഈ പേപ്പർ അവിടെ കിടക്കുന്നത്. എന്ത് ചെയ്യുക, അപ്പോൾ 71ാമത്തെ ചോദ്യം തൊട്ട് 150ാമത്തെ വരെയുള്ള ചോദ്യമാണ് നമ്മളുടെ ലാംഗ്വേജ് പ്രൊഫഷ്യൻസി, നമ്മളുടെ ലിറ്ററേച്ചർ പ്രൊഫഷ്യൻസി, നമ്മളുടെ പെഡഗോഗിക്കൽ പ്രൊഫഷ്യൻസിനെ തെളിയിക്കുന്ന പേപ്പർ. ഏറ്റവും കൂടുതൽ മാർക്ക് ഇതിൽ നിന്ന് സ്കോർ ചെയ്താൽ ബാക്കി 2 പേപ്പറിലും കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല. കാരണം സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആക്കി മാറ്റാൻ സാധ്യതയുണ്ട്. ദാറ്റ്സ് ഓക്കെ. പക്ഷെ ഇവിടെ സ്കോർ ചെയ്യാൻ ശ്രമിച്ചാൽ ദാറ്റ് വിൽ ബി ഗുഡ്. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ദ ലെജൻഡറി ഫൗണ്ടർ ഓഫ് ബ്രിട്ടൻ. ആരാണ് ബ്രിട്ടന്റെ ലെജൻഡറി ഫൗണ്ടർ ആയിട്ട് അറിയപ്പെടുന്ന ആള് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഞാൻ വായിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, എന്റെ ഉത്തരം വായിക്കുന്നതിനെയോ എന്റെ പറച്ചിലിനെയോ നിങ്ങൾ കാത്തിരിക്കേണ്ട. നിങ്ങൾക്ക് അറിയുന്ന ചോദ്യങ്ങളാണ് ആണെങ്കിൽ കൃത്യമായിട്ട് എഴുതി പോവുക. കാരണം നമ്മൾ ഈ വീഡിയോ ലെങ്ത് ആവണ്ട എന്നും കൂടി വിചാരിച്ചുകൊണ്ടാണ്. സോ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ എഴുതി വെച്ചേക്കുക. അവസാനമായിരിക്കും നമ്മൾ ഉത്തരങ്ങൾ പറയുക. ദ ലെജൻഡറി ഫൗണ്ടർ ഓഫ് ബ്രിട്ടൻ ആരാണ്? ബ്രൂട്ടസ് ആണോ, സെന്റ് പാട്രിക് ആണോ, സെന്റ് ജോർജ് ആണോ, കിങ് ആർത്തർ ആണോ? ഓക്കെ, ഇത് എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ദ ടേം ഫോർ ദ ഹ്യൂമൻ വോയിസ് ബോക്സ്. ഏതാണ് ഹ്യൂമൻ വോയിസ് ബോക്സ് ആയിട്ട് അറിയപ്പെടുന്നത്? ഫാർനിക്സ്, ലാർനിക്സ്, വോക്കൽ കോഡ്സ്, യൂള. ഓക്കെ, ദ വിന്നർ ഓഫ് ദ 2024 Nobel Prize in Literature. ജോൺ ഫോസെ, ആനർനെക്സ്, ഹാൻകാങ്, JM കോറ്റ്സി.
Modern fiction is an essay by T.S. Eliot, James Joyce, Virginia Woolf, F.R. Lewis. അടുത്തത് ഒരു ലൈനാണ്. ഇങ്ങനത്തെ വരികളാണ് നമ്മളെ ചിലപ്പോൾ ബുദ്ധിമുട്ടിക്കുക. ഓക്കെ. ഹാഫ് ഓവർ ടു അബ്നോർ 50 fathoms ഡീപ് ലൈസ്. ഇത് എവിടെ നിന്നാണ്, ആരാണ് എന്നുള്ളതാണ് ചോദ്യം. സെന്റ് പാട്രിക് സ്പെൻസ്, ടെസ് യൂബർവിൽ, ദ ഡ്രൗണ്ട് ഫൊനീഷ്യൻ സെയിലർ, ആദർ ഹെലം. കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഒരു ചോദ്യവും എഴുതാതിരിക്കരുത്. The author of 4 quartets, Jawaharlal Nehru, Bertrand Russell, Benjamin Franklin, Thomas Stearns Eliot, which means നമ്മുടെ T.S. Eliot തന്നെയാണ്. ഓക്കെ. The subject of Shelley's Adonais, Homer, Milton, Shakespeare, Keats. The Norman conquest is associated with the leader named Alfred, Bruce, ഹെൻറി, വില്യം. എഴുതിയെന്ന് വിചാരിക്കുന്നു. ഇഫ് ഐ ഷുഡ് ഡൈ, തിങ്ക് ഓൺലി ദിസ് ഓഫ് മീ, that there is some corner of a foreign land that is forever England. These lines are from William Shakespeare, William Wordsworth, Rudyard Kipling, Rupert Brooke. The destination in The Pilgrim Progress, grace abounding, the celestial city, the cause celebrate, the pearly gates. ഓക്കെ, നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തത്, the number of syllables in the word geography. 2, 3, 4, 5. A translator of the Bible, King James, Roger Sham, George Gascoigne, William Tyndale. അടുത്തത്, the sweet showers of April are mentioned by Geoffrey Chaucer, William Shakespeare, Lord Byron, T.S. Eliot. Walpole is a character in a play by Dr. Johnson, Ben Jonson, Richard Sheridan, Oscar Wilde. The idea of a university is an essay by Cardinal Newman, Matthew Arnold, Thomas Carlyle, Bertrand Russell. The genre or genre, നമ്മളതൊക്കെ പല രീതിയിലാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. Genre of The Castle of Otranto, detective novel, gothic, burlesque, comic. Erawan is in the same genre as Utopia, Wolf Hall, Vanity Fair, Animal Farm. Charles Lamb and Jane Austen were separated by a lifetime, were separated by a century, were born decades apart, were born in the same year. Complete the title of this novel, Strange Case of Dr. Jekyll and Professor Jenkins, Mrs. Jones, Mr. Hyde, Miss Jean. The Way of the World is a work by Auden, Blake, Congreve, Dryden. In The Merchant of Venice, Portia dons the role of Bassanio, Balthazar, Antonio, Nerissa. Two sorts of bad poetry are discussed in an essay on dramatic poesy, Areopagitica, an essay on man, an essay on criticism. The Duchess of Malfi is by Marlowe, Webster, Lodge, Nash. അത് തോമസ് നാഷിനെയാണ് ഉദ്ദേശിക്കുന്നത്.
A Far Cry from Africa is by Derek Walcott, V.S. Naipaul, Wolzoinka, Chimamanda Adichie. The author of Sanathan വർക്കാണ് ഗീതാഞ്ജലി ശ്രീ, പെരുമാൾ മുരുകൻ, എസ് ഹരീഷ്, ശരൺ കുമാർ ലിംബാലെ. The author of the novel that begins with the image of a Muko, which meets a little boy named Baby Tuko. Charles Dickens, R.L. Stevenson, Ruskin Bond, James Joyce. മിത്തോളജീസ്, ഇതിനെ മിത്തോളജീസ് എന്നും ചിലർ പ്രൊണൗൺസ് ചെയ്യാറുണ്ട്. ഓക്കെ, മിത്തോളജീസ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇസ് എ വർബ് ഓഫ് ജാക്കസ് ഡെറീഡ, റോളൻ ബാത്ത്, ക്ലൗഡ് ലെവിസ്ട്രോസ്, ഹോമി ബാബ. ഹോമി കെ ബാബ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഹോമി കെ ബാബയുടെ. നിങ്ങൾ ആ വീഡിയോ ജസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളുടെ കുറെ പ്ലേലിസ്റ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ തന്നെ നമ്മൾ ഈ വീഡിയോ അടക്കം കിടക്കുന്നത് നമ്മുടെ പ്ലേലിസ്റ്റിലാവും. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ വീഡിയോസ് കാണാം. റൈറ്റ്, ഹോമി കെ ബാബ. The music in my heart I bore long after it was heard no more. So says ഷെല്ലി ആണോ, കീറ്റ്സ് ആണോ, ഐ എം സോറി, ഈറ്റ്സ് ആണോ, വേർഡ്സ്വർത്ത് ആണോ, കോളറിഡ്ജ് ആണോ? അടുത്തത്, the queen who took the title Empress of India ആരായിരുന്നു? മേരി, എലിസബത്ത് I, വിക്ടോറിയൻ, എലിസബത്ത് II. A celebrated marriage of talented writers. The Dickens couples, Browning couple, Shaw couple, Shakespeare couple. A poet of the First World War. Winston Churchill, Julian Baines, Wilfred Owen, Saul Bellow. Annus Mirabilis, celebrator, a year, a monarch, a writer, a discovery. The phrase terrible beauty is attributed to William James, W.B. Yeats, Robert Burns, Robert Graves. He is the father of English poetry, said dash of dash. ആരെ കുറിച്ചാണ് പറഞ്ഞത്? He is the father of English poetry എന്ന് പറഞ്ഞത്. ചോസർ, ബീഡ്, ഡ്രൈഡൻ, ചോസർ, ഡോക്ടർ ജോൺസൺ, ചോസർ, ബെൻ ജോൺസൺ, ഷേക്സ്പിയർ. ഓക്കെ, James Boswell is well known as lexicographer, biographer, cartographer, debater. Full many a gem of purest ray serene is a line from Thomas Gray, Matthew Arnold, Robert Frost, Emily Dickinson. Okay. Tom Jones is a character created by Dylan Thomas, James Joyce, Samuel Richardson, Henry Fielding. Strong son of God, immortal love thus begins. The Binhover, in memoriam, Tiresias Lycidas. Jesting Pilate asks a question about innocence, theology, truth, politics. The word agnostis in the title of Milton's play means in pain, in combat, under trial, under arrest. അടുത്തത്, റെസ്ട്രേഷൻ എന്നറിയപ്പെടുന്നത്, ഞാൻ ഈ ഒരു ബോക്സ് മാറ്റാൻ ശ്രമിക്കാം. ദ റെസ്ട്രേഷൻ റെഫേഴ്സ് ടു ദ റെസ്ട്രേഷൻ ഓഫ്. ഓക്കെ, അതായത് ഇതിൽ ഏത് രാജാവിന്റെ പിന്നീടുള്ള വരവിനെയാണ് റെസ്ട്രേഷൻ എന്നറിയപ്പെടുന്നത്? നെപ്പോളിയൻ ബോണപ്പാർട്ട്, ഒലിവർ ക്രോംവെൽ, ചാൾസ് I, ചാൾസ് II. Grow old along with me, the best is yet to be.
These lines are by Alfred Lord Tennyson, Robert Browning, Walt Whitman, Salman Rushdie. Ebenezer Scrooge is a character in A Christmas Carol, The Lyrical Ballads, Lord Jim, Lady Charlotte's Lover. The Seven Ages of Man is a passage from Twelfth Night, As You Like It, Dr. Faustus, Edward II. Heart of Darkness is a work by Thomas Hardy, Charles Dickens, George Eliot, Joseph Conrad. Where are the songs of spring? A. Where are they? Ask Alexander Pope, Robert Southey, John Keats, Emily Dickinson. നിങ്ങളുടെ ഉത്തരങ്ങൾ എഴുതി കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, കുറച്ച് സ്പീഡിലായിരിക്കാം, ക്ഷമിക്കുക. എന്നിരുന്നാലും ഉത്തരങ്ങളെല്ലാം എഴുതിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്കിതിൽ ഉത്തരങ്ങളിലേക്ക് പോവാം, ഒറിജിനൽ ഉത്തരങ്ങളിലേക്ക് പോവാം. ബിഫോർ ദാറ്റ് ഒരു ചെറിയൊരു അനൗൺസ്മെന്റ് ഉണ്ട്. നമ്മളുടെ നിങ്ങൾ പറഞ്ഞത് പ്രകാരം തന്നെ ഒരു ചെറിയ ക്രാഷ് കോഴ്സിന്റെ ബാച്ച് നമ്മൾ തുടങ്ങുന്നുണ്ട്. ജനുവരി 28 ആയിരിക്കും തുടങ്ങുക. 26 റിപ്പബ്ലിക് ദിവസവും കഴിഞ്ഞ് ചൊവ്വാഴ്ചത്തെ ഒരു ബ്രേക്കും കഴിഞ്ഞ് ബുധനാഴ്ച വൈകുന്നേരം ആയിരിക്കും നമ്മൾ തുടങ്ങാൻ പ്ലാന്. 10 കുട്ടികളെ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. വിച്ച് മീൻസ് നമ്മുടെ ഇൻ സർവീസ് ബാച്ചും അല്ലാത്ത ബാച്ചും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരു ക്രാഷ് കോഴ്സ് ആയിരിക്കും. 13 ദിവസത്തെ കോഴ്സ് ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക. ഇംഗ്ലീഷ് ലിറ്ററേച്ചറെ നിങ്ങളെ അരച്ച് കലക്കി നിങ്ങൾക്കൊരു പരീക്ഷ എഴുതാൻ പ്രാപ്തിയാക്കുന്ന തരത്തിൽ, നിങ്ങൾ മറന്നുപോയ കാര്യങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട്, നിങ്ങൾ വിട്ടുപോയ കാര്യങ്ങളെ പഠിപ്പിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഇത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ ഇന്ന് തൊട്ട് ഒരു 7-8 ദിവസം നിങ്ങളുടെ മുമ്പിൽ ടൈമുണ്ട്. ആലോചിച്ച് നോക്കൂ. നമുക്കൊരു 13 ദിവസം കൊണ്ട് മാക്സിമം നിങ്ങൾ പാസ്സാവുന്ന തരത്തിലുള്ള ക്ലാസ് ഞാനായിരിക്കും തരിക. ഞാനായിരിക്കും ക്ലാസ് എടുക്കുന്നത്. 1 അവറിന്റെ സെഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ അത്രയും താല്പര്യമുള്ള എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ അടിപൊളിയായിട്ട് സെറ്റാക്കി പഠിപ്പിച്ചു തരാം. ഇതേ രീതിയിൽ നമ്മളുടെ ക്ലാസ് എങ്ങനെയാണോ ഞാൻ അവിടെ യൂട്യൂബ് ചാനലിൽ എടുക്കുന്നത്, അതേ രീതിയിലായിരിക്കും ലൈവ് ക്ലാസ്സസ് ആയിട്ട് ഞാൻ എടുത്തു തരാം. റെക്കോർഡ് ക്ലാസ്സസ് ആയിരിക്കില്ല. സോ ഒരു പേനയും പെന്നും അത്രയും ആഗ്രഹമുള്ള, ലിറ്ററേച്ചർ പഠിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും സ്വാഗതം. 28 ആയിരിക്കും നമ്മൾ സ്റ്റാർട്ടിങ്. സോ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം. 1000 രൂപയായിരിക്കും നമ്മുടെ ഫീസ്. കാരണം ആ ഒരു ടൈം പീരീഡ് അത് എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ലിറ്ററേച്ചറിന്റെ പോർഷൻസ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ ഹിസ്റ്ററി അടക്കം ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരിക്കും നമ്മൾ ഈ 13 ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പോവുക. ഈ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം നിങ്ങൾ കാണുന്നത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ നിന്ന് വന്നതാണ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടായിരിക്കും. സ്റ്റിൽ അതുകൊണ്ടാണ് നമ്മൾ അതിന് ഫോക്കസ് കൊടുക്കുന്നത് നമ്മളുടെ സബ്ജക്റ്റ് ഏരിയയ്ക്ക്. സോ യു ആർ ഇൻട്രസ്റ്റഡ്, യു ആർ അബ്സല്യൂട്ട്ലി വെൽക്കം. ജനുവരി 28 ക്ലാസ് തുടങ്ങുക. സോ താങ്ക് യു. നമുക്ക് അതിന്റെ ഉത്തരങ്ങളിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള ബുക്കിൽ നിങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് ഇപ്പൊ തന്നെ ഒന്ന് നോക്കി വെച്ചോളൂ. ഒരു ടിക്കോ അല്ലെങ്കിൽ വെട്ടോ ഇട്ട് പോവാം. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരുന്ന് മാർക്ക് കൂട്ടാം. ഓക്കെ, അപ്പൊ 71ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് എ ബ്രൂട്ടസ് ആണ്. 72ന്റെ ഉത്തരം ബി ലാരൻസ് ആണ്. 73ന്റെ ഉത്തരം സി ഹാൻകാങ് ആണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. ഹാൻകാങ് ആണ്. ഫൈൻ. 74ന്റെ ഉത്തരം സി വിർജീനിയ വുൾഫ് ആണ്. 75 ദ ഡ്രൗൺഡ് ഫൊനീഷ്യൻ സെയിലർ ആണ്. 76 ടി.എസ്. എലിയറ്റ് ആണ്. 77 സി നമ്മുടെ ഷേക്സ്പിയർ ആണ്. ഓക്കെ, ഷേക്സ്പിയർ ഇൻകറക്റ്റ് ആണ്. അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ഡി ആയിട്ടുള്ള കീറ്റ്സ് ആണെന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ 78ാമത്തേത് നമ്മുടെ ഉത്തരം ഡി ആണ്, വില്യം ദ കോൺകറർ. 79 റോബർട്ട് ബ്രൂക്ക് ആണ്. 80 ദ സെലസ്റ്റിയൽ സിറ്റി എന്നുള്ളതാണ്. 81 സി 4 എന്നുള്ള ഉത്തരമാണ്. 82 ഡി ആണ്, ടിൻഡൽ ആണ്. 83 എ ആണ്. 84 ബി ബെൻ ജോൺസൺ ആണ്. 85 എ ന്യൂമാൻ ആണ്. 86 ബി ഗോത്തിക് ആണ്. 87 എ ഉട്ടോപ്പിയ ആണ്. 88 ഡി ആണ്. 89 സി മിസ്റ്റർ ഹൈഡ് എന്നുള്ളതാണ്. 90 സി കോൺഗ്രീവ് ആണ്. 91 ബി ബൽത്താസാർ ആണ്. 92 ഡി എസ്സേ ഓൺ ക്രിറ്റിസിസം ആണ്. 93 ബി വെബ്സ്റ്റർ ആണ്. 94 ഡെറക് വാൾക്കോട്ട് ആണ്. 95
ഗീതാഞ്ജലി ശ്രീ ആണ്. 96 ജെയിംസ് ജോയ്സ് ആണ്. 97 റൊളാൻ ബാത്ത് ആണ്. 98 വില്യം വേർഡ്സ്വർത്ത് ആണ്. 99 വിക്ടോറിയ രാജ്ഞിയാണ്. 100 ബ്രൗണിംഗ് കപ്പിളിനെ കുറിച്ചാണ്. 101 വിൽഫ്രഡ് ഓവൻ. 102 എ ഡിസ്കവറി എന്ന് പറയുന്ന ആനസ് മിറാബിലിസിനെ കുറിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു. 103 W.B. ഈറ്റ്സിനെ പറ്റിയിട്ടാണ്. 104 ഡോക്ടർ ജോൺസൺ ചോസറിനെ പറ്റി പറഞ്ഞതാണ്. 105 ബയോഗ്രാഫർ എന്ന് പറയുന്ന ഉത്തരമാണ് ശരി. അടുത്തത് 106 നമ്മുടെ തോമസ് ഗ്രേനെ പറ്റിയിട്ടുള്ള ഉത്തരമാണ്. ഓക്കെ. 107 ഹെൻറി ഫീൽഡിംഗ് ആണ്. 108 ഇൻ മെമ്മോറിയം ആണ്. 109 ട്രൂത്ത്. 110 കോമ്പാക്ട്. 111 ചാൾസ് ടു. 112 റോബർട്ട് ബ്രൗണി. 113 ക്രിസ്മസ് കരോൾ. 114 ആസ് യു ലൈക്ക് ഇറ്റ്. 115 ജോസഫ് കോൺറാഡ്. 116 ജോൺ കീറ്റ്സ്. ധൈര്യമായിട്ട് സന്തോഷത്തോടു കൂടി മാർക്കൊന്ന് നോക്കുക. കുറഞ്ഞാലും പ്രശ്നമില്ല. കാരണം പരീക്ഷ എന്ന് പറയുന്നത് പാസ്സാവാനുള്ളതാണ്. പരീക്ഷകൾ പാസ്സാവാൻ നമ്മൾ പഠിച്ചാൽ മതി. അത്രയേ ഉള്ളൂ. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ബേസിക്കലി ഒരു ടെൻഷൻ ഉണ്ടാവും ഈ മാർക്കൊക്കെ ചിലപ്പോൾ കാണുമ്പോൾ. സ്റ്റിൽ യു ഹാവ് ടൈം. ഒരു പ്രശ്നവുമില്ല. ധൈര്യമായിട്ട് പഠിക്കാം. ഇൻ കേസ് ഒരു സപ്പോർട്ട് വേണം എന്നുള്ളവർക്ക് നമ്മളുടെ ക്രാഷ് കോഴ്സിനെ പരിഗണിക്കാം. വിത്ത് ഓൾ ഹേർട്ട് നമ്മൾ വെൽക്കം ചെയ്യാണ്. ജനുവരി 28 നമ്മൾ തുടങ്ങും. 10 പേരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. ആ ഒരു ബാച്ചിനെ നല്ല വൃത്തിയായിട്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു താല്പര്യം. കുറെ പേരെ എടുത്തു വെച്ച് നമ്മൾക്ക് കൂടുതലാക്കാൻ പറ്റില്ല. സോ കുറച്ച് ഫോക്കസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ നോക്കുന്നത്. ആ ഒരു ഇംഗ്ലീഷ് ലിറ്ററേച്ചറും ഹിസ്റ്ററിയും ആയിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുക. അത് ഏറ്റവും വൃത്തിയിൽ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. സോ യു ആർ വെൽക്കം. അപ്പോൾ നിങ്ങളുടെ മാർക്കൊക്കെ നോക്കൂ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ലിറ്ററേച്ചറിനും പെഡഗോഗിക്കും കുറച്ച് ഇമ്പോർട്ടൻസ് അധികം നൽകുക. താങ്ക് യു ആൻഡ് വെൽക്കം. അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇതിന്റെ സെക്കൻഡ് പാർട്ട്, ഇതിന്റെ ബാക്കിയുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ ലോങ് ആക്കണ്ടെന്ന് വിചാരിച്ച് പോസ് ചെയ്യുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ അടുത്ത പാർട്ടിൽ എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു ഭാഗം കൂടെ നോക്കാം. താങ്ക് യു. യു ആർ വെൽക്കം.